അപ്പം അതേപോലെ തന്നെ ഇപ്പോഴും അവരുടെ ഏറ്റവും അവസാനത്തെ ആയുധം തകർത്ത് കളഞ്ഞത് കാന്തപുരം അബൂബക്കർ മുസ്ലിയാരാണ്. കാരണം എന്താണ്? നിമിഷപ്രിയയുമായി ബന്ധപ്പെട്ട് ഒരു ഞാൻ കണ്ട അബ്ദുൾ റഹീം തടവിലായപ്പോൾ, സൗദി അറേബ്യയിൽ തടവിലായപ്പോൾ 36 കോടി പിരിച്ചെടുക്കാനുള്ളണ്ടായി. പക്ഷെ അത്തരത്തിൽ ഇവിടെ നിന്ന് 1 കോടി പോലും പിടിക്കാൻ നിമിഷപ്രിയയ്ക്ക് വേണ്ടി ആരുമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് കാസയും അതുപോലെ തന്നെ മറ്റ് ഈ പറയുന്ന റൈറ്റ് വിങ് ഹിന്ദുത്വ അജണ്ടയുള്ള ശ്രീത് പണിക്കർ പോലുള്ള ആളുകളൊക്കെ തന്നെ പുറത്തേക്ക് വന്നത്. അപ്പൊ അത്തരത്തിലുള്ള ആളുകളൊക്കെ തന്നെ പുറത്തേക്ക് വരികയും പലപ്പോഴും ഈ പറയുന്ന ശ്രീത് പണിക്കർ ഈ കാര്യം പറഞ്ഞിട്ടില്ല കേട്ടോ, അതായത് ഇവർക്ക് വേണ്ടി പിരിക്കാൻ ആരുമില്ലെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ എങ്കിൽ പോലും അത്തരത്തിലുള്ള ഒരു മനോഭാവമുള്ള ആളുകളൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ഒരു നറേറ്റീവ് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഷിബിലി ഒന്ന് ആലോചിച്ച് നോക്കണം, കാന്തപുരം അബൂബക്കർ വന്ന് നിമിഷപ്രിയയ്ക്ക് വേണ്ടി യമനിൽ ഇടപെടുന്നതും അത് പകുതി ഒരു ഭാഗികമായി വിജയം കാണുന്നത്, പൂർണ്ണമായി വിജയം എന്ന് നമ്മൾ പറയില്ല, പക്ഷെ വധശിക്ഷ എന്തായാലും നീട്ടിവെക്കാൻ തീരുമാനിക്കുന്നു. അപ്പൊ അങ്ങനെ നീട്ടിവെക്കാൻ തീരുമാനിക്കുമ്പോൾ ഇവരുടെ യഥാർത്ഥത്തിലുള്ള ഒരു ആയുധമാണ് നഷ്ടപ്പെട്ടത്. കാരണം